KGF എന്ന കന്നഡ ചിത്രത്തിലൂടെ തിളങ്ങിയ താരമാണ് യശ്. പ്രശാന്ത് നീൽ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ യശ് ആയിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. ബാഹുബലി മലയാളത്തിലെത്തിച്ച യുണൈറ്റഡ് ഗ്ലോബൽ മീഡിയയുടെ ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു KGFഉം. 1960-70 കാലഘട്ടങ്ങളിൽ കോലാർ സ്വർണ്ണഖനി തൊഴിലാളികളുടെ ജീവിതവും അവരുടെ അതിജീവനവും തുടർന്ന് അധോലോക നേതാവായി മാറുന്ന നായകന്റെ വളർച്ചയുമൊക്കെയാണ് ചിത്രം പറഞ്ഞത്. ഈ ചിത്രത്തിലൂടെയാണ് യശിന് ഒരു ബ്രേക്ക് കിട്ടിയതും. മമ്മൂട്ടി ചിത്രം യാത്രയുടെ മലയാളം ട്രെയിലർ ലോഞ്ചിനായി കഴിഞ്ഞ ദിവസം യശ് കൊച്ചിയിലെത്തിയിരുന്നു. തുടർന്ന് അദ്ദേഹം ട്രെയിലർ ലോഞ്ച് വേദിയിലെത്തുകയും ചെയ്തു. പരിപാടിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. കൊച്ചി സുഖമാണോ എന്ന് ചോദിച്ചായിരുന്നു യശ് സംസാരിച്ചു തുടങ്ങിയത്. തുടർന്ന് താൻ മലയാളത്തിൽ സംസാരിച്ചോട്ടെയെന്ന് സദസ്സിലുള്ളവരോട് ചോദിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം തുടർന്നു, എവിടെ പോയാലും അവിടുത്തെ ഭാഷയെയും സംസ്കാരത്തെയും ബഹുമാനിക്കണമെന്നതാണ് തന്റെ നിലപാട്. അതുകൊണ്ടാണ് ഈ ആഗ്രഹമെന്നും യശ് പറഞ്ഞു. മലയാളത്തിൽ സംസാരിക്കാനായി ഒരു ശ്രമം നടത്തുകയാണെന്നും യശ് ഓർമ്മിപ്പിച്ചു. എന്നാൽ വഴിക്ക് വെച്ച് മുറിഞ്ഞുപോയ താരത്തിന്റെ മലയാളം സംസാരം ക്ഷമ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. തൽക്കാലം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതായി പറഞ്ഞ യശ് വീണ്ടും സംസാരം തുടരുകയായിരുന്നു. മലയാളം പഠിക്കൽ വളരെ കഠിനമാണെന്നും അതിനുവേണ്ടി താൻ ഒരുപാട് ശ്രമിച്ചെന്നും താരം പറയുന്നു. എന്നാൽ തികഞ്ഞ മമ്മൂട്ടി ഫാനായ യശ് മമ്മൂട്ടി ചിത്രമായ കിങ്ങിലെ ഒരു ഹിറ്റ് ഡയലോഗ് പഠിച്ചായിരുന്നു എത്തിയത്. ആ ഡയലോഗിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി സദസ്സിനെ കയ്യിലെടുക്കാനും യശിന് കഴിഞ്ഞു. മലയാള ഭാഷ പഠിക്കാനും മനസ്സിലാക്കാനും സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണമെന്നും അത് തനിക്ക് പതിയെ കിട്ടുമായിരിക്കുമെന്നും യശ് പറഞ്ഞു. ഇത് കയ്യടികളോടെയാണ് സദസ്സ് വരവേറ്റത്. വേദിയിലാകട്ടെ മമ്മൂട്ടിയും ജഗപതി റാവുവും യാത്രയുടെ മറ്റ് അണിയറ പ്രവർത്തകരുമുണ്ടായിരുന്നു. കിങ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അനശ്വരമാക്കിയ ജോസഫ് അലക്സ് IASന്റെ മാനറിസവും അനുകരിച്ചുകൊണ്ടാണ് യശ് ഡയലോഗ് പറഞ്ഞതും. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YSR രാജശേഖര റെഡ്ഡിയുടെ ജീവിതകഥ പറയുന്ന യാത്ര സംവിധാനം ചെയ്തിരിക്കുന്നത് മഹി വി രാഘവനാണ്. ഫെബ്രുവരി 8 തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിന്റെ എല്ലാ പതിപ്പുകളിലും സ്വന്തം കഥാപാത്രത്തിനു വേണ്ടി ഡബ്ബ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. വിജയ് ചില്ലയും ശശി ദേവി റെഡ്ഡിയുമാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. റാവു രമേശ്, സുഹാസിനി മണിരത്നം എന്നിവരും യാത്രയിൽ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്നു. എന്നാൽ ഇതിനു മുൻപും ഇത്തരത്തിൽ മലയാള ചലച്ചിത്ര ഡയലോഗുകൾ പറഞ്ഞ് യശ് സമൂഹ മാധ്യമങ്ങളിൽ താരമായിരുന്നു. ഒരു അഭിമുഖത്തിനിടയിലാണ് യശ് അന്ന് ഡയലോഗ് പറഞ്ഞത്. അതും നമ്മുടെ സ്വന്തം ലാലേട്ടന്റെയും. സവാരി ഗിരിഗിരി എന്നായിരുന്നു യശ് പറഞ്ഞത്. ഇപ്പോഴാവട്ടെ യശ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടി ചിത്രത്തിലെ ഡയലോഗ് പറഞ്ഞും. Watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.